നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ വന്നവൻ അമ്മുവിന്റെ ഭർത്താവാണെന്ന് അവള് പറഞ്ഞ അവന്റെ ഫോട്ടോയുമായി ഞാൻ ആ നാട്ടിൽ പോകുമെന്ന് അവളോട് പറയും. എന്റെ മുന്നിൽ നിന്ന് അവള് വിറയ്ക്കൊപ്പം ഞാൻ എന്തിന് പെരുവണ്ണാപുരത്ത് പോണം? അവിടെ ഉള്ള ചിലരുടെ നമ്പർ വാങ്ങിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവന്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. അതവിടെ തീർന്നില്ലേ പ്രവേട്ട? അവൻ നാളെ വന്ന് ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ ശ്രമിക്കില്ലെന്ന് നിനക്കെന്ത് ഉറപ്പാണുള്ളത്? ഈ വീട്ടിലുള്ളവർ ഇവളെ അവന്റെ കൂടെ പറഞ്ഞയക്കുമ്പോ അവനാണ് ഇവളുടെ ഭർത്താവെന്ന രേഖ വേണ്ടേ? അവൻ ഇവളെ കൊണ്ട് വിൽക്കില്ലെന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റൂ? ഇത്രയും കാലം ഇവളെ പോറ്റിയ ഈ വീട്ടുകാര് മറുപടി പറയണം. ഇവളെ എവിടെ നിന്നോ കൂട്ടിക്കൊണ്ടുവന്ന എന്റെ മോള് പ്രതിയാകും. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമാ. അല്ല, അവന്റെ അഡ്രസ് നിങ്ങൾ ആരെങ്കിലും കുറിച്ച് വാങ്ങി? അത് അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാന്ന് പറഞ്ഞ് അവൻ പോയി. ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ആരാ ദിനേശ ഈ നാടകത്തിന്റെ പിന്നിലെ? നീയല്ലടാ അവളുടെ മുഖം രക്ഷിക്കാൻ അവനെ കൊണ്ടുവന്നത്. ഞാനോ? പ്രവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഒരു ദിവസം എനിക്ക് സകല നിയന്ത്രണങ്ങളും തെറ്റും. പിന്നെ പ്രഭാചന്ദ്രനെ പിടിച്ചു നിർത്താൻ ദൈവത്തിന് പോലും കഴിയില്ല. എന്റെ മോളെ ഈ വിധത്തിലാക്കിയവരെയും അതിന് കൂട്ടുനിന്നവരെയും ഒന്നൊന്നായി ഞാൻ ചുട്ടിരിക്കും. സ്നേഹം നടിച്ച് കൂടെ നിന്ന് ചതിക്കുന്നവർക്ക് ശിക്ഷ ഒന്നേ ഉള്ളൂ, മരണം. പ്രഭാചന്ദ്രന് ഇനി നോക്കാനൊന്നുമില്ല. മുന്നിൽ നേരത്തെ നിർത്തി വെടിവെച്ച് കൊല്ലും ഞാൻ. ഇറങ്ങിപ്പോടാ എന്റെ മുന്നിൽ നിന്ന്. ഇതിനും കൂടി മറുപടി തന്നിട്ട് പോ. സഞ്ജയ് എന്ന് തന്നെ പേര് പറയാൻ എന്താണ് ദിനേശ കാരണം? വേറൊരു പേര് അവന് പറയാൻ തോന്നിയില്ലേ? അത് അവന്റെ പേര് അതായിരിക്കും. തട്ടിപ്പിന് വരുന്ന ആരെങ്കിലും സ്വന്തം പേര് പറഞ്ഞ ചരിത്രമുണ്ടോടോ ദിനേശ? ഒരാൾക്ക് പോലും എന്നെ മുന്നിൽ മാപ്പരയ്ക്കാനുള്ള അർഹതയില്ല. വിചാരണ പോലും ഇല്ലാത്ത കോടതി എന്റേത്. നീ ഓർത്തു വെച്ചോ. ഓടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.